നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പ്രധാന പ്രചാരണ ആയുധമാക്കിയ വിഷയമായിരുന്നു രാമക്ഷേത്രം. അതുകൊണ്ട് തന്നെ പണി പൂർത്തിയാക്കാത്ത രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുകയും ചെയ്തിരുന്നു. ഹൈന്ദവ വിശ്വാസം കാത്തുസൂക്ഷിക്കാനാണ് ഇതെന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടുള്ള തിടുക്കപ്പെട്ടുള്ള ഈ പ്രാണപ്രതിഷ്ഠ വളരെ വലിയ രീതിയിൽ ചർച്ചാ വിഷയം ആവുകയും ചെയ്തിരുന്നു. ബി.ജെ.പിയുടെ രാഷ്ട്രീയ അജണ്ടയാണ് പ്രാണപ്രതിഷ്ഠയുടെ പേരിൽ നടന്നതെന്ന് തെളിഞ്ഞ ഒരു സത്യവുമാണ്. വിശ്വാസത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ആക്കാനുള്ള ബി.ജെ.പിയുടെ കഴിവായിരുന്നു രാമക്ഷേത്രം. എന്നാൽ ഇപ്പോഴിതാ ബി.ജെ.പിക്ക് തിരിച്ചടി കിട്ടുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണ ആയുധമായി ചില വിഷയങ്ങൾ ആയുധമാക്കരുത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത്. അതിൽ ആരാധനാലയങ്ങളെ പ്രചരണ ആയുധമാക്കരുത് എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ബി.ജെ.പിയെ വലച്ചിരിക്കുന്നത്. രാമക്ഷേത്രത്തെ ആയുധമാക്കി നേട്ടം കൊയ്യാമെന്ന് മനക്കോട്ട കെട്ടി നടക്കുന്ന ബി.ജെ.പിക്ക് തിരിച്ചടിയാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. മോദി സർക്കാർ ഉള്ളതുകൊണ്ടാണ് രാമക്ഷേത്രം സഫലമായതെന്ന് പറഞ്ഞ് ഹിന്ദുത്വ വോട്ട് ചാക്കിലാക്കാനുള്ള തന്ത്രത്തിനുമേലാണ് ഇപ്പോൾ അടിയേറ്റിരിക്കുന്നത്. ഇതിനു പുറമെ ജാതി, മതം, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വോട്ട് തേടരുതെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, വ്യാജ പ്രസ്താവനകൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണം, നേതാക്കളുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ തുടങ്ങിയവയും തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരാധനാലയങ്ങൾ പ്രചരണത്തിന് ഉപയോഗിക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ലഭിച്ചതോടെ ഏറ്റവും കൂടുതൽ വലഞ്ഞിരിക്കുന്നത് ബി.ജെ.പി. തന്നെയാണ്. മാതൃക പെരുമാറ്റച്ചട്ടം പ്രത്യക്ഷമായോ പരോക്ഷമായോ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നറിയിപ്പ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പുറത്തു വന്നതോടെ വെട്ടിലായിരിക്കുകയാണ് ബി.ജെ.പി. എന്നതാണ് സത്യം. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ രാമക്ഷേത്രം ആയുധമാക്കാനുള്ള എല്ലാ വഴികളും ബി.ജെ.പി. ഇതിനോടകം തന്നെ തുടങ്ങിയിരുന്നു. എന്നാൽ ഇനി അത് ആയുധമാക്കിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധീനതയിൽ അത് ചട്ടലംഘനമാകുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ ബി.ജെ.പി. ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രസ്താവന ഒരുപക്ഷെ ലംഘിച്ചാൽ അത് തങ്ങൾക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ അടി ആയിരിക്കുമെന്നുള്ള ബോധ്യം എന്തായാലും ബി.ജെ.പിക്ക് വന്നിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കാം.